അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട ഗവേഷക വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സൂറത്തുർ റഹ്മാനിൻ്റെ ഗവേഷണ പഠനം തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ സൂറത്തുർ റഹ്മാനിനെ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ കാരുണ്യവും നീതിയും പ്രതിപാദിക്കുന്നതിലൂടെ അതിൻ്റെ സമകാലിക പ്രസക്തിയെക്കുറിച്ചും അതിൻ്റെ ആധ്യാത്മിക വശങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള ഒരു ഗവേഷണ പഠനമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. സൂറത്തിൻ്റെ പശ്ചാത്തലവും അതിൻ്റെ പ്രാധാന്യവും നമുക്ക് ഏറെ പരിചിതമാണ്. അർ റഹ്മാൻ എന്ന പദത്തിലൂടെയാണ് ഖുർആൻ ഇതിൻ്റെ സൂറ തുടങ്ങുന്നത്. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. റഹ്മാൻ എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സിഫത്താണ്, പ്രത്യേകമായ വിശേഷണമാണ്. അതുകൊണ്ട് തുടങ്ങുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ വെളിപാടുകളുടെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ അനന്തമായ കാരുണ്യമാണ് എന്ന് സ്ഥാപിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഈ സൂറയുടെ തുടക്കം. ഇതിനെ ഖുർആനിൻ്റെ സൗന്ദര്യം, ദ ബ്യൂട്ടി ഓഫ് ഖുർആൻ എന്നും അറിയപ്പെടുന്നുണ്ട്. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും നീതിയും ഒരുമിച്ച് പ്രകടമാകുന്ന സാഹിത്യപരമായ മികവാണ് ഇത്. മനുഷ്യൻ്റെ ഹൃദയത്തെയും ആത്മാവിനെയും ഒരേ സമയം ഓർത്തുകയും ഊർജ്ജസ്വലമാക്കുകയും ചെയ്യുന്ന ഒന്നാണ്. ഈ സൂറത്ത് ഇതിന് തൊട്ടു മുമ്പുള്ള സൂറത്ത് അൽ ഖമറിലെ പ്രതികാരത്തെയും പ്രപഞ്ച ചിഹ്നങ്ങളെയും കുറിച്ചുള്ള അവസാന വാക്യത്തിൻ്റെ നേരിട്ടുള്ള തുടർച്ചയായിട്ടാണ് നിലകൊള്ളുന്നത്. പ്രപഞ്ചത്തിലെ സൃഷ്ടി, ന്യായവിധി, പ്രതിഫലനങ്ങൾ എന്നിവയിലൂടെ അള്ളാഹുവിൻ്റെ കാരുണ്യം മനുഷ്യരാശിക്ക് മേൽ എങ്ങനെ പ്രകടമായി എന്ന് ഈ സൂറത്തിലൂടെ എണ്ണമിട്ട് കാണിക്കുന്നു. അടിസ്ഥാനപരമായ അനുഗ്രഹങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു ഭാഗമാണ് പിന്നീട് ഇങ്ങനെ സൂറയിൽ പോകുന്നത്. സൂറത്തിലെ പ്രാരംഭ വചനങ്ങൾ, അതായത് അർ റഹ്മാൻ, അതുപോലെ തന്നെ അൽ ഖുർആൻ, അൽ ഇൻസാൻ, അൽ ബയാൻ എന്നിങ്ങനെയുള്ള വാക്കുകൾ നമുക്ക് ഒരേ ശ്രേണിയിൽ ഉൾപ്പെടുന്നതായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഖുർആൻ സൃഷ്ടിപ്പിനേക്കാൾ മുൻഗണന നൽകുന്നത്, അതായത് മനുഷ്യന്, ഖുർആൻ മനുഷ്യവർഗത്തിന് ലഭിച്ച ഏറ്റവും വലിയൊരു അനുഗ്രഹമാണെന്ന് ഖുർആൻ ഇവിടെ സ്ഥാപിക്കുന്നു. അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ. കാരുണ്യം എന്നത് കേവലം ക്ഷമയുടെ പ്രകടനമാണ്. അത് ജ്ഞാനത്തിൻ്റെയും അസ്തിത്വത്തിൻ്റെയും, അതായത് ജ്ഞാനം എന്ന് പറയുന്നത് ഇൽമ്, ഖുർആനാണ്. അസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യനാണ്, ഇൻസാനാണ്. അതുപോലെ തന്നെ അതിനെ കേൾക്കുന്ന ഗ്രഹണശേഷി ബയാനാണ്. ഈ മൂന്ന് അടിസ്ഥാനങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ സൂറത്തുർ റഹ്മാൻ സംസാരിക്കുന്നത്. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് മനുഷ്യൻ പ്രപഞ്ചത്തിൽ നീതി പാലിക്കുന്നത്. അതാണ് മീസാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൂന്ന് സംജ്ഞകൾ വളരെ ഇതാണ്: റഹ്മാൻ, ഖുർആൻ, അതുപോലെ തന്നെ ഇൻസാൻ, അതുപോലെ ബയാൻ, അതുപോലെ മീസാൻ എന്നീ മൂന്ന് ഘടകങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഖുർആനിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സൂറത്തുർ റഹ്മാനിൻ്റെ പഠനങ്ങൾ വളരെ വിശാലമാണ്. ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോഴാണ് മനുഷ്യൻ പ്രപഞ്ചത്തിൽ നീതി, അതായത് മീസാൻ പാലിക്കുന്നത്. അത് ദിവ്യമായ കാരുണ്യം കാരണമാണ് ഈ വെളിപാടുകളെല്ലാം ലഭിച്ചത്. വെളിപാട് കാരണമാണ് നീതിയുടെ നിയമം നിർബന്ധമാക്കിയത് എന്ന തത്വം ഈ ക്രമത്തെ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തുർ റഹ്മാൻ അതിൻ്റെ വിഷയങ്ങൾ അടിസ്ഥാനമാക്കി മൂന്ന് പ്രധാന ഭാഗങ്ങളായി നമുക്ക് വിഭജിക്കാൻ കഴിയും. ഒന്ന്, സൃഷ്ടിപ്പിൻ്റെയും പ്രപഞ്ചക്രമത്തിൻ്റെയും അത്ഭുതങ്ങളെക്കുറിച്ച് 1 മുതൽ 30 വരെയുള്ള ആയത്തുകൾ സംസാരിക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിൻ്റെ സർഗാത്മക ശക്തിയുടെ പ്രകടനങ്ങളെയും പ്രപഞ്ചത്തിലെ കൃത്യമായ സന്തുലിതാവസ്ഥയെക്കുറിച്ചുമാണ് വിവരിക്കുന്നത്. രണ്ടാമത്തെ ഭാഗം 31 മുതൽ 45 വരെയുള്ള ആയത്തുകളാണ്. അതായത് അന്ത്യനാളും വിചാരണയും, ലോകജീവിതത്തിൻ്റെ നശ്വരതയും അന്ത്യദിനത്തിലെ ന്യായവിധിയും നിഷേധികൾക്കുള്ള ശിക്ഷയും ഇതിൽ പറയുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് വിശദീകരിക്കും. മൂന്നാമത്തത് നീതിമാന്മാർക്കുള്ള ശാശ്വത പ്രതിഫലം. എന്താണ് അവർക്ക് ലഭിക്കാൻ പോകുന്നത്? ഭക്തർക്കായി സ്വർഗത്തിൽ ജന്നാത്തുൻ അദ്നിൻ, ജന്നാത്ത് സ്വർഗം കാത്തിരിക്കുന്ന പ്രതിഫലങ്ങളുടെ വർണ്ണശബളിമയാർന്ന അവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ 3 ഘട്ടങ്ങളിലൂടെയാണ് ഖുർആൻ നമുക്ക് സൂറത്തുർ റഹ്മാൻ അതിൻ്റെ ഭാഗങ്ങളെ വിശദീകരിക്കുന്നത്. ഇനി ഇതിൻ്റെ വളരെ കൃത്യമായ ഇജാസ്, അതിൻ്റെ ബയാനിലുള്ള ഇജാസ് എന്താണ്? സൂറത്തുർ റഹ്മാൻ്റെ സാഹിത്യപരമായ മേന്മയും അതിൻ്റെ കേന്ദ്ര ഭാഗങ്ങളും വളരെ കൃത്യമായ ഒരു ശൈലി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത്
ഇടയ്ക്കിടയ്ക്ക് ഇത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ അനുഗ്രഹങ്ങളിൽ ഏതിനെയാണ് നിങ്ങൾ ഇരുവരും നിഷേധിക്കുന്നത് എന്ന വചനത്തിൻ്റെ ഒരു ആവർത്തനം നമുക്ക് കാണാൻ കഴിയും. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചോദ്യം സൂറത്തിൽ 31 തവണ ആവർത്തിക്കുന്നുണ്ട്. ഓരോ ആവർത്തനവും അതിന് തൊട്ടു മുമ്പുള്ള അനുഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് കേവലം കാവ്യമല്ല, മറിച്ച് വ്യക്തമായ ആശയബന്ധമുള്ള ഒരു വാക്കുകളുടെ പ്രത്യേകമായ ഒരു ഉപകരണമായി നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, മാനസികവും അധ്യാപനപരവുമായ ഒരു പ്രവർത്തനം ഇതിലൂടെ കാണിക്കപ്പെടുന്നുണ്ട്. ഈ ആവർത്തനം കേവലമായ കാവ്യാത്മകതയിൽ ഒതുങ്ങുന്നതല്ല. ഇത് മനഃശാസ്ത്രപരമായ ഒരു പ്രതികരണ ശൃംഖലയാണ് ഇവിടെ വർത്തിക്കുന്നത്. നിരീക്ഷണത്തിലൂടെ ഒരു അനുഗ്രഹം മനസ്സിലാക്കുന്നു, തുടർന്ന് ഉടൻ വരുന്ന ചോദ്യം നിഷേധിക്കുമോ? അതിന് ആന്തരികമായി സ്ഥിരീകരണം നൽകേണ്ടി വരുന്നു. ഇല്ല, നിഷേധിക്കാൻ കഴിയില്ല. ഇത് നല്ലൊരു ശൈലിയാണ്. ഈ പ്രക്രിയ കേൾവിക്കാരൻ്റെ ഹൃദയത്തിൽ തുടർച്ചയായ ബോധവൽക്കരണം സൃഷ്ടിക്കുന്നു. ഇത് പ്രശ്നങ്ങളിൽ നിന്നും പരാതികളിൽ നിന്നും ശ്രദ്ധ മാറ്റി നിത്യജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ കാണാൻ പ്രേരിപ്പിക്കുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ട സമയം തിരിച്ചുപിടിക്കാൻ സാധിക്കില്ലാത്തതിനാൽ ജീവിതത്തെ നിസ്സാരമായി കാണാതിരിക്കാനുള്ള ശക്തമായ ഒരു മുന്നറിയിപ്പ് ഈ ബോധവൽക്കരണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. നന്ദി, അതുപോലെ തന്നെ ശുക്ർ എന്ന ആത്മീയ ഗുണത്തെ കേവലമായ വിശ്വാസത്തിൽ നിന്ന് പ്രവർത്തനപരമായ ധാർമ്മികതയിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഈ ആവർത്തനം സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇരട്ട സംബോധനവും ഉത്തരവാദിത്വവും ചോദ്യം. ഈ ചോദ്യത്തിലെ നിങ്ങൾ ഇരുവരും, അത് കുമാ എന്ന പദം, റബ്ബിക്കുമാ എന്ന ദ്വിവചനം മനുഷ്യരെയും ജിന്നുകളെയും ഒരുപോലെ അഭിസംബോധന ചെയ്യുന്നു. വിശുദ്ധ ഖുർആൻ മനുഷ്യന് മാത്രമല്ലല്ലോ, അതായത് സായിറുൽ ഖൽക്കിനാണ്, മനുഷ്യനോടും ജിന്നുകളോടും സംവദിക്കുകയാണ്. ഇത് ധാർമ്മിക ഉത്തരവാദിത്വത്തിന്റെ സാർവത്രികമായ ഒരു നിയമം സ്ഥാപിക്കുകയാണ്. മനുഷ്യൻ ഉണങ്ങിയ കളിമണ്ണിൽ നിന്നും ജിന്നുകൾ പുകയില്ലാത്ത തീജ്വാലയിൽ നിന്നുമാണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിലും ഈ രണ്ട് വിഭാഗങ്ങളെയും സഖലൈൻ എന്ന് വിശുദ്ധ ഖുർആൻ പ്രയോഗിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ഉത്ഭവമുണ്ടെങ്കിലും ധാർമ്മിക നിയമത്തിലും ദിവ്യമായ വെളിപാടിനും ഇരുവരും ബാധ്യസ്ഥരാണ്. കൂടാതെ അന്ത്യനാളിൽ ഇരുവരുടെയും പ്രവർത്തനങ്ങളുടെ കണക്കെടുപ്പ് നടത്തപ്പെടും. മനുഷ്യനെ മുഹാസബ നടത്തുന്നത് പോലെ ജിന്നുകളെയും മുഹാസബ നടത്തുമെന്ന ഒരു യാഥാർത്ഥ്യം, ഒരു ബേസിക് നോളജ് കൂടി അവിടെ പഠിപ്പിക്കുകയാണ്. ഘടനാപരമായ ഐക്യവും സമാന്തരതയും, അതായത് പാരലിസം എന്ന് പറയുന്ന ആധുനിക സംവിധാനം, അത് ഈ സൂറത്തുർ റഹ്മാനിൽ സൂറത്തിന്റെ ഘടനാപരമായ വിശകലനത്തിനായി നമുക്ക് ഈ സിദ്ധാന്തം മനസ്സിലാക്കി. സൂറത്തുർ റഹ്മാൻ 6 ഭാഗമുള്ള സമാന്തര ഘടനയുണ്ടെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. ഈ ഘടന 3 പ്രാരംഭ പ്രമേയ യൂണിറ്റുകളെ തുടർന്ന് വരുന്ന 3 യൂണിറ്റുകളുമായി വൈരുദ്ധ്യമുണ്ടാകുന്നു. കാരണബന്ധം, തുടർ വൈരുദ്ധ്യം എന്നിവയിലൂടെ ബന്ധിപ്പിക്കും. ദൂരെ എന്ന് തോന്നുന്ന സൂറത്തിലെ ഭാഗങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം അധ്യായത്തിന്റെ അതുല്യമായ ക്രമീകരണത്തെയും ദിവ്യമായ ഉദ്ദേശത്തിന്റെ ആഴത്തിലുള്ള തലങ്ങളെയും വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സമാന്തര ഘടനയാണ് സൂറത്തിന്റെ ഏകീകൃതമായ പ്രതിവാദത്തിന് അടിത്തറ നൽകുന്നത്. നോക്കൂ നിങ്ങൾ, പ്രപഞ്ചപരമായ കൽപ്പന, അൽ മീസാൻ, തുലാസ്, നീതി എന്നൊക്കെ നമുക്കതിനെ പറയാം. സൂറത്ത് അർ റഹ്മാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര ധാർമ്മിക വിഷയങ്ങളിലൊന്ന് അൽ മീസാൻ, അതായത് തുലാസ് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ. അവൻ ആകാശത്തെ ഉയർത്തുകയും തുലാസ് സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ തുലാസിൽ അതിരു കവിയാതിരിക്കാൻ നിങ്ങൾ നീതിപൂർവം തൂക്കം സ്ഥാപിക്കുക, തൂക്കത്തിൽ കുറവ് വരുത്താതിരിക്കുക. അല്ലാ തത്ഗൂ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ വൽ അർള വദഅഹാ ലിൽ അനാം എന്ന വളരെ കൃത്യമായ ഒരു കൽപ്പന മീസാൻ എന്നതിൻ്റെ ബഹുമുഖ അർത്ഥങ്ങൾ വെളിപ്പെടുത്തുകയാണ്. അൽ മീസാൻ എന്ന് പറയുന്നതിൻ്റെ പഴയകാല തഫ്സീറുകളുടെ വിശദീകരണം നമുക്ക് നോക്കാം. പഴയ ക്ലാസിക്കൽ വ്യാഖ്യാനങ്ങൾ അൽ മീസാൻ എന്നതിന് പ്രപഞ്ചപരമായ ക്രമമെന്നോ സാമൂഹിക നീതി എന്നീ 2 പ്രധാന അർത്ഥതലങ്ങൾ നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. പ്രപഞ്ചപരമായ ക്രമം എന്ന് പറഞ്ഞാൽ മീസാൻ എന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും കൃത്യമായ ഗണനത്തെയും അതുപോലെ തന്നെ പ്രപഞ്ചത്തിലെ ഭൗതിക നിയമങ്ങളുടെയും സന്തുലിതാവസ്ഥയെയും സൂചിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവങ്ങളും വിദഗ്ധതയും ജ്ഞാനവുമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. എന്നാൽ മറ്റൊരർത്ഥത്തിൽ സാമൂഹിക നീതിയും ധാർമ്മിക നിയമവുമാണ് ഈ മീസാൻ എന്നതിന് അദ്ലി എന്നൊരു
ക്ലാസിക്കൽ വ്യാഖ്യാനം നമ്മൾ നൽകുകയാണെങ്കിൽ. ഇമാം തബരി റളിയല്ലാഹു അൻഹുവും ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയവർ മീസാൻ എന്നതിനെ ധാർമ്മിക അർത്ഥത്തിലുള്ള നീതിയായി കണക്കാക്കുന്നതിൽ ഏകാഭിപ്രായമുള്ളവരാണ്. മീസാൻ സ്ഥാപിക്കുന്നത് നീതിയിൽ അതിര് കവിയാതിരിക്കാനാണ്. കച്ചവടത്തിലെ സത്യസന്ധമായ അളവുകൾ, തൂക്കത്തിലെ കുറവ് വരുത്താതിരിക്കുക എന്ന സാഹിത്യപരമായ സൂചന നൽകുന്നതിലൂടെ ഈ ആശയം എല്ലാ കാര്യങ്ങളിലുമുള്ള നീതിയുമായി ഉൾപ്പെടുത്തുന്നു. നീതിയാണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യമെന്ന് റാസി റഹിമഹുല്ലാ പോലെയുള്ള മഹാപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. സമകാലിക ധാർമ്മിക ശാസ്ത്രത്തിന്റെ പുതിയ ഒരു മീസാനിന്റെ അർത്ഥതലം എങ്ങനെയാണ്? ആധുനിക ധാർമ്മിക വിശകലനങ്ങളിൽ അൽ മീസാൻ സാർവത്രിക ധാർമ്മിക ക്രമം, യൂണിവേഴ്സൽ മോറൽ ഓർഡർ എന്ന ആശയവുമായി യോജിക്കുന്നു. പ്രകൃതിയുടെ രൂപകൽപ്പനയിലൂടെ കണ്ടെത്താവുന്ന ഒരു ധാർമ്മിക നിയമം നിലനിൽക്കുന്നുണ്ടെന്ന് ഇത് സൂചിപ്പിക്കുകയാണ്. എക്കോ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന പാരിസ്ഥിതിക സാമൂഹിക നീതി, അൽ മീസാൻ എന്ന ആശയം ആധുനിക പാരിസ്ഥിതിക ശാസ്ത്രീയവുമായി ശക്തമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. പ്രപഞ്ചപരമായ തുലാസ് നിലനിർത്താനാണ് മനുഷ്യൻ കൽപ്പിച്ചിരിക്കുന്നത്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ, ഉദാഹരണത്തിന് അമിതമായ കാർബൺ പുറന്തള്ളുന്നു, അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്ക് കാരണമാകും. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുമ്പോൾ അത് കേവലം പാരിസ്ഥിതിക തകർച്ച മാത്രമല്ല, മീസാൻ ലംഘിക്കുകയും പ്രപഞ്ച നിയമത്തെ ധിക്കരിക്കുകയും ചെയ്യുന്നു എന്ന പുതിയൊരു അർത്ഥതലങ്ങളിലേക്ക് ഈ വാക്ക് മീസാൻ നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. പ്രപഞ്ചത്തിലെ ഐക്യം ഒരു നീതിമാനായ സൃഷ്ടാവിന്റെ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നതിനാൽ നീതി പാലിക്കുക എന്നത് യുക്തിപരമായ കടമയും ആത്മീയ കൽപ്പനയുമാണ്. അതിനാൽ പാരിസ്ഥിതിക സംരക്ഷണം ഒരു ദൈവശാസ്ത്രപരമായ കടമയായി കണക്കാക്കാൻ നമുക്ക് സാധ്യമാകണം. ഈ കാഴ്ചപ്പാട് സാമൂഹിക നീതിയും സാമ്പത്തിക സമത്വവും പാരിസ്ഥിതിക സുസ്ഥിരതയും എന്നിവയെല്ലാം ബന്ധിപ്പിക്കുന്ന ഒരു സംഗതിയായി മാറ്റാൻ കഴിയും. സമകാലിക ഹെർമിനൂട്ടിക്സ്, സാമൂഹിക പാരിസ്ഥിതികവും ശാസ്ത്രീയവുമായ പ്രയോഗങ്ങളും സൂറത്ത് റഹ്മാനിൽ നമുക്ക് കാണാൻ കഴിയും. വളരെ പഠനാർഹമായൊരു ഭാഗമാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ആധുനിക ഹെർമനോട്ടിക്സ് രീതികളിലൂടെ വിശകലനം ചെയ്യുമ്പോൾ സമകാലിക വെല്ലുവിളികൾക്ക് ക്രിയാത്മകമായ പരിഹാരങ്ങൾ നൽകാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ്. പാരിസ്ഥിതിക സംരക്ഷണം, എക്കോ എന്ന് പറയുന്ന എൻവിറോൺമെന്റൽ പ്രോഗ്രാമുകൾ, അതായത് എക്കോളജിക്കൽ കൺസർവേഷൻ എന്നൊക്കെ പറയുന്ന പരിസ്ഥിതി സംരക്ഷണം ഇസ്ലാമിക പഠിപ്പിക്കലിലൂടെ, ഇസ്ലാമിക പഠനങ്ങളിലൂടെ ഒരു അവിഭാജ്യ ഘടകമാണ്. ഇസ്ലാമിൽ എല്ലായിടത്തും പഠിപ്പിക്കുന്ന ഫിഖഹിലാണെങ്കിലും അതിൻ്റെ കർമ്മശാസ്ത്ര വശങ്ങളിലാണെങ്കിലും ക്ലാസിക്കൽ തഫ്സീറുകളിലാണെങ്കിലും ഒക്കെ എക്കോളജിക്കൽ കൺസർവേഷൻ എന്ന് പറയുന്ന പാരിസ്ഥിതിക സംരക്ഷണത്തെ വളരെ പ്രാധാന്യത്തോടെ പഠിപ്പിക്കുന്നുണ്ട്. അത്തഹൂർ ശുത്രുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണെന്നൊക്കെ വിശദീകരിക്കും നമുക്ക് കാണാൻ കഴിയും. ഖുർആൻ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അൽ ബൈഅ, അൽ അർള്, അൽ നബാത്ത്, അൽ അൻആം എന്നൊക്കെ പദങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ. അൽ മീസാൻ എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പാരിസ്ഥിതിക തകർച്ച പരിഹരിക്കുന്നതിന് ഇസ്ലാമിക പരിസ്ഥിതി സംരക്ഷണം, ഇസ്ലാമിക് എക്കോ കൾച്ചർ ഒരു പരിഹാരമായി ഉപയോഗിക്കാൻ നമുക്ക് സാധ്യമാകും. നിലവിലുള്ള പാരിസ്ഥിതിക പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നതിനായി പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുക, വനവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, ഭൂമിയെ ഉൽപാദനക്ഷമമാക്കുക, പാരിസ്ഥിതിക വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിനായി കാർഷിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നിവയിലൂടെ ആവശ്യകത ഈ പഠനങ്ങൾ വളരെയധികം ഊന്നി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എക്കോ സിസ്റ്റം അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സൂറത്തുർ റഹ്മാനിലെ വാക്കുകൾ, ആ മിസാൻ, ആ പദങ്ങളെ നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ ശാസ്ത്രീയമായ സൂചനകൾ, അതായത് ഇതിൻ്റെ നമ്മുടെ തഫ്സീർ സൂറത്തുർ റഹ്മാനിലെ ഇജാസുൽ ഇൽമി എന്താണ് എന്ന് നമുക്ക് ഒരു പഠനം നടത്താൻ കഴിയും. ഖുർആനിക സൂചനകളെ ആധുനിക ശാസ്ത്രീയ കണ്ടെത്തലുകളുമായി ബന്ധിപ്പിക്കുന്ന തഫ്സീറാണ് തഫ്സീറുൽ ഇൽമി, ശാസ്ത്രീയ വ്യാഖ്യാനം. സഹലുൽ നജ്ജാറിനെ പോലെയുള്ള പ്രമുഖരായ തഫ്സീർ മുഫസ്സിർ പണ്ഡിതന്മാർ ഇത് വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസവും അനുഭവപരമായ അറിവും തമ്മിലുള്ള ഐക്യം പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിലൂടെ. ഖുർആൻ കാലാതീതമായ സാർവത്രിക സത്യങ്ങളെ ഉൾക്കൊള്ളുന്നുവെന്ന് സ്ഥാപിക്കാൻ ഈ രീതി നമ്മളിൽ നിന്ന് സഹായിക്കുന്നുണ്ട്. അല്ലാതെ ശാസ്ത്രം മാത്രം പറയുന്നൊരു ഗ്രന്ഥമല്ല, മറിച്ച് ശാസ്ത്രത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ പറയാനും ഇനി വരാനിരിക്കുന്ന ശാസ്ത്ര സത്യങ്ങളെയും അതിൻ്റെ അടിസ്ഥാന ഭാഗങ്ങളെയും വിശദീകരിക്കാൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ്, മിറാക്കുലസ് ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ എന്ന് നമ്മളിവിടെ പ്രതിപാദിക്കുകയാണ്. അത് നമ്മൾ അടിസ്ഥാനപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുർ റഹ്മാനിലെ മറ്റൊരു പ്രയോഗമാണ് ബർസഖ്, ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ. 19 മുതൽ 21 വരെയുള്ള ഭാഗങ്ങൾ സൂറത്തുർ റഹ്മാനിലെ വചനങ്ങൾ. ഉപ്പുവെള്ളവും ശുദ്ധജലവും കൂടിക്കലരാതെ നിലനിൽക്കുന്ന പ്രതിഭാസത്തെക്കുറിച്ചുള്ള വിവരണം വളരെ ശ്രദ്ധേയമാണ്. ഈ രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ ഒരു മറ, ബൈനഹുമാ ബർസഖുൻ,
ലാ യബ്ഗിയാൻ, അവ തമ്മിൽ ഒരുമിച്ച് കൂടുന്നില്ല. ഒന്ന് ശുദ്ധമായ വെള്ളം, മറ്റൊന്ന് ഉപ്പുവെള്ളം. ഇത് പിന്നെ ആഴിമുഖങ്ങളും നദികളും കടലുമായി ചേർന്നിടങ്ങളിൽ പോലും ജലത്തിന്റെ സാന്ദ്രതയിലുള്ള വ്യത്യാസങ്ങൾ കാരണം അവ തൽക്ഷണം കലരാതിരിക്കുന്ന ഈ പ്രതിഭാസം ശാസ്ത്രീയമായി നിരീക്ഷിക്കാവുന്നതാണ്. ഈ വാക്യങ്ങൾ ശാസ്ത്രീയ പര്യവേഷണത്തിന് ബൗദ്ധികമായ ഉത്തേജനം നൽകുന്നതായി നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കോസ്മോളജിക്കൽ വിവരണം പിന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് വർദ്ധതൻ കദ്ദിഹാൻ എന്ന് പറയുന്ന ഭാഗം, അന്ത്യനാളിൽ ആകാശം പിളർന്ന് ഒരു റോസാപ്പൂവ് പോലെ വർദ്ധതൻ കദ്ദിഹാൻ, ചുവന്ന നിറത്തിലാകുമെന്ന സൂചന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആധുനിക കോസ്മോളജിക്കൽ പ്രതിഭാസങ്ങളുമായി ബന്ധിപ്പിക്കുമ്പോൾ ഈ വിവരണം ഒരു വലിയ നക്ഷത്രം പൊട്ടിത്തെറിക്കുന്ന സൂപ്പർനോവ പ്രതിഭാസവുമായി ദൃശ്യപരമായ സാമ്യം പുലർത്തുകയാണ്. സൂപ്പർനോവ നമ്മളറിയാം, അവശിഷ്ടങ്ങളിൽ കാണുന്ന ചുവന്ന പൂക്കൾ പോലെയുള്ള പാറ്റേണുകൾ ഇതിൽ ഉണ്ടാകുമെന്ന ഒരു ശാസ്ത്രീയമായ സൂചന വിശുദ്ധ ഖുർആൻ നടത്തുകയാണ്. എന്തൊരു അത്ഭുതമാണ്! സുബ്ഹാനല്ലാഹ്. ഈ ശാസ്ത്രീയ വിശകലനം ഖുർആൻ വാക്യങ്ങൾക്ക് സന്ദർഭോചിതമായ പുതിയ മാനങ്ങൾ നൽകുകയാണ്. ഇത് ഖുർആനിക വ്യാഖ്യാനങ്ങളെ ദൈവശാസ്ത്രപരമായ മാർഗനിർദ്ദേശമായി മാത്രമല്ല, ശാസ്ത്രീയ ഗവേഷണത്തിനുള്ള ബൗദ്ധികമായ പ്രേരണയായും കാണാൻ പണ്ഡിതന്മാരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു സംഗതികൾ, സൂറത്തുർ റഹ്മാൻ ജീവിതത്തിന്റെ നശ്വരതയെ, അതായത് നമ്മൾ എന്നൊന്നും നിലനിൽക്കുന്നില്ല, ഇവിടെ നശ്വരതയാണ്, തകർന്നു പോകുന്ന ഒരു ലോകമാണ് എന്ന് അംഗീകരിക്കുകയും അള്ളാഹുവിന്റെ അനന്തമായ കാരുണ്യത്തിൽ പ്രത്യാശ വെക്കാനും അതേസമയം അവന്റെ നീതിയെ ഭയപ്പെടാനും പഠിപ്പിക്കുന്നുണ്ട്. അത് വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമ്മളെ വിശദീകരിക്കുകയാണ്. ലോകജീവിതത്തിന്റെ നശ്വരതയും അതിന്റെ കണക്കെടുപ്പുമെല്ലാം സൂറത്തുർ റഹ്മാൻ വിശദീകരിക്കുകയാണ്. ഭൂമിയിലുള്ളതെല്ലാം നശിക്കുമെന്നും മഹത്തായ അല്ലാഹുവിന്റെ ആ അസ്തിത്വം മാത്രം നിലനിൽക്കുമെന്ന്, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്ന പദത്തിലൂടെ ലോകത്തിന്റെ എല്ലാ സാധനങ്ങളും നശിക്കുമെന്നും ദൈവാസ്തിത്വം, ദൈവത്തിന്റെ അസ്തിത്വം നിലനിൽക്കുമെന്നുമുള്ള ആ വലിയൊരു കാഴ്ചപ്പാട്, വലിയൊരു യാഥാർത്ഥ്യത്തെ, ഒരു റിയാലിറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരികയും ചെയ്യാണ്. സൃഷ്ടികളെല്ലാം ദൈവത്തിന്റെ ആശ്രയിക്കുന്നവരാണ്. ആകാശത്തുള്ളവരും ഭൂമിയിലുള്ളവരും നിരന്തരം അവനോട് പാപമോചനത്തിനും ഉപജീവനത്തിനുമായി അപേക്ഷിക്കുന്നു. ദൈവം ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുല്ല യൗമിൻ ഹുവ ഫീ ശഅൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആധുനിക ജീവിതത്തിലുള്ള ധാർമ്മിക രൂപരേഖയാണ് യഥാർത്ഥത്തിൽ സൂറത്തുർ റഹ്മാൻ എന്ന് പറയുന്നത്. കാരുണ്യം, നീതി, നന്ദി എന്നീ 3 കേന്ദ്ര ബിന്ദുക്കളെ പ്രമേയമാക്കിക്കൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ആധുനിക സാമൂഹിക പാരിസ്ഥിതിക വെല്ലുവിളികൾക്ക് പരിഹാരം നൽകുന്ന ഒരു ധാർമ്മിക രൂപരേഖയായി പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നമുക്ക് കാണാൻ കഴിയും. നീതിയുടെ യൂണിവേഴ്സൽ ജസ്റ്റിസ്, സാർവത്രികത സൂറത്ത് റഹ്മാൻ നൽകുക, അത് മീസാൻ എന്ന പദത്തിലൂടെ ഈ ആശയത്തെ പ്രോജ്വലിപ്പിക്കുകയാണ്. പിന്നെ രണ്ടാമത്തത് നന്ദിയുള്ള ജീവിതം. ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്ത പടച്ചറബ്, ഈ അനുഗ്രഹങ്ങളെല്ലാം ചെയ്ത അല്ലാഹു, എന്നിട്ട് നീ ഏതിനെയാണ് വിശ്വസിക്കുന്നത്? ഈ അനുഗ്രഹങ്ങളിൽ നിന്ന് നീ ഏതെങ്കിലും ഒന്നിനെ മറക്കുന്നുണ്ടോ? നീ അതിനെ ചിന്തിക്കാതെ പോകുന്നുണ്ടോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ മൂന്നാമത്തത് വർദ്ധതൻ കദ്ദിഹാൻ എന്ന് പറയുന്ന ആ വാക്ക് നമ്മൾ ചുരുക്കുകയാണ്. കുടിക്കലരാത്ത കടലുകൾ തുടങ്ങിയ ശാസ്ത്രീയ സൂചനകൾ ഖുർആൻ കാലാതീതമായ സാർവത്രിക സത്യങ്ങൾ ഉൾക്കൊള്ളുന്നുവെന്ന് സ്ഥാപിക്കുന്നതിനപ്പുറം ഇത് ആധുനിക ശാസ്ത്രീയ ഗവേഷണങ്ങളുമായി ഖുർആനിക വ്യാഖ്യാനത്തെ സമന്വയിപ്പിക്കാനുള്ള ഒരു അവസരം കൂടി നൽകുകയാണ്. സൂറത്ത് റഹ്മാൻ അനുഗ്രഹങ്ങൾ കാണാനും വ്യക്തിപരമായ നേട്ടങ്ങൾക്കും വേണ്ടി ശ്രമിക്കാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളാനും നല്ല പ്രതിഫലത്തിനായുള്ള ഉറച്ച പ്രതീക്ഷയുടെ പ്രവർത്തിക്കാനും പഠിപ്പിക്കുന്നുണ്ട്. അർ-റഹ്മാന്റെ ഒരു വിദ്യാർത്ഥിയായി അല്ലെങ്കിൽ ഒരു ഗവേഷകനായി ജീവിക്കുക എന്നതിലൂടെ ഒരാൾ ബോധപൂർവം അനുഗ്രഹങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതത്തിൽ ആഴത്തിലുള്ള ആത്മീയ വളർച്ച നേടാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുർ റഹ്മാനെ ഉൾക്കൊള്ളാനും അതിനെ മനസ്സിലാക്കാനും അതിനെ ജീവിതത്തിൽ പകർത്താനും സർവശക്തനായ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.